ഹായ് ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അതായത് എൻ്റെ അനിയത്തീൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, 10ാം ബർത്ത്ഡേ. അപ്പം അവിടത്തേക്ക് പോകുന്നതാണ് നമ്മൾ. അങ്ങനെ നമ്മൾ പോയി അവിടെ എത്താനാകുമ്പോൾ ഏച്ചി പുറകിൽ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവളെ ഒന്ന് വെയിറ്റ് ചെയ്തു. എനിക്ക് ഒരു അനിയത്തിയും എനിക്ക് മുകളിലൊരു ഏച്ചിയും പിന്നെ ഒരു അനിയനുണ്ട്. അങ്ങനെ അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളിന് ഞാനും ഏച്ചിയും പോകുന്നുണ്ട്. അപ്പോൾ ഏച്ചി വരുന്ന പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ വെയിറ്റ് ചെയ്ത് ഏച്ചിനെ കിട്ടിയില്ല. ഒരു ബസ് പോകുന്ന കണ്ടു. അങ്ങനെ ബസ്സും ഷൂട്ട് ചെയ്ത് ഏച്ചി നമ്മൾ കാത്തുന്നു. കുറേ സമയം അവിടെ കാത്തുനിന്ന്. എന്നിട്ട് നമ്മൾ അവിടുത്തെ കാവുങ്ങന്തോപ്പും എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഏച്ചി വന്നു എത്തിയതാ പോകുന്ന ഏച്ചി. പക്ഷെ നമ്മളെ തിരിഞ്ഞിട്ട അവർ ഒരേ പോക്ക് പോയി നമ്മളെ കാത്തുകണ്ട്. നമ്മുടെ ശശിയായിപ്പോയി. അപ്പം ഏച്ചി വിളിച്ചു, നമ്മൾ പോയി, നിങ്ങൾ വാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവളുടെ പിറകിൽ തന്നെ വിട്ടു. അങ്ങനെ വീടെത്താനായി. അപ്പോൾ പിന്നെ ഒന്ന് ക്യാമറ ഓണാക്കാൻ വിചാരിച്ചു. പക്ഷേ ക്യാമറ ഓണാക്കിയ ശേഷം വീട് കണ്ടിട്ടേ ഇല്ല. കുറേ സമയം ഞാൻ വീട് തപ്പുന്നു അനിയത്തീൻ്റെ. പക്ഷേ ഇപ്പോൾ കാണുന്ന വിചാരിച്ചിട്ട് കണ്ടതേ ഇല്ല. അപ്പോഴേക്കൊരു വീട് കണ്ടു. കണ്ടു കിട്ടി. പക്ഷേ അത് വീട് തന്നെ, പക്ഷേ അനിയത്തിൻ്റെ വീടല്ല അത്. അതിൻ്റെ തൊട്ടടുത്താണ് അനിയത്തിൻ്റെ വീട്. അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിലേക്കും എത്തി. അപ്പം അവൾ ആദ്യം കണ്ടത് ഏച്ചിനെയാണ്. അപ്പോൾ ഏച്ചിയല്ല എൻ്റെ മുന്നിൽ പോയത്. അപ്പോൾ ഏച്ചിനെ കണ്ട് ഏച്ചിയോട് സംസാരിച്ചു നിൽക്കുന്നതാണ് അനിയത്തി. അപ്പോൾ ഇതാണ് അനിയത്തിൻ്റെ വീട്. അങ്ങനെ വീട്ടിലേക്ക് എത്തി. നമ്മളെല്ലാവരും അകത്തേക്ക് കയറി. അപ്പം ബർത്ത്ഡേ കുട്ടി നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നു. ഇനിയിപ്പോൾ കേക്ക് മുറിക്കാനായി റെഡിയായി നിന്നു. അങ്ങനെ ഇനിയിപ്പോൾ ആരോ തപ്പുന്നുണ്ട്. അവർ ആരാ പേരെന്നൊന്നും അറിയില്ല. അങ്ങനെ കേക്കിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കേക്കിൻ്റെ അങ്ങനെ കേക്ക് മുറിക്കാനായി അവർ റെഡിയായി നിന്നു. പക്ഷേ കേക്കിന് മുമ്പേ പൊട്ടിക്കേണ്ട ഒരു സാധനമുണ്ട്, പോപ്പ്. ആ മിന്നുന്ന പോപ്പ് പൊട്ടിക്കാൻ കളിച്ച കളി നമുക്കേ അറിയും. പക്ഷെ അത് പൊട്ടുന്നില്ല. അത് പൊട്ടിയ ശേഷം ഇവർ കേക്ക് മുറിക്കുന്ന ഇവർക്കും ഒരു ആഗ്രഹം. അപ്പോൾ ഇത് പൊട്ടുന്നുമില്ല, കേക്ക് മുറിയുന്നുമില്ല. എന്നെങ്ങാനും പൊട്ടിക്കോ മക്കളെ. 2 പോപ്പുണ്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് പൊട്ടിയാൽ അവർ കേക്ക് മുറിക്കും. പക്ഷേ കേക്ക് മുറിക്കുന്നില്ല, പോപ്പ് പൊട്ടുന്നുമില്ല. നമുക്ക് നോക്കാം ഏത് ഭാഗത്ത്. ഒരു ഭാഗത്ത് ആ സൈഡിലെ പോപ്പില്ലത്, ഒരു പോപ്പ് എൻ്റെ ഭാഗത്തായുള്ളത്. ക്യാമറക്ക് പുറകില്ലാന്ന് ആൾക്കാരില്ലേ, കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അതാ നമ്മൾ പോപ്പ് അങ്ങനെ പൊട്ടി. ഇനി അവർ കേക്ക് മുറിക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റേ പോപ്പ് പൊട്ടുന്ന വിചാരിച്ചിട്ട് കാതൊന്നൊരു കാര്യമില്ല. അപ്പോൾ ആ പോപ്പ് പൊട്ടുന്നേ ഇല്ല. എല്ലാവരും പറയുന്നുണ്ട് പൊട്ടിക്കിടുന്ന്. പക്ഷെ അത് പൊട്ടുന്നുമില്ല. അപ്പോൾ പിന്നെ അതിനെ കാത്തുനിന്ന് കാര്യമില്ല. ഇനിയിപ്പോൾ കേക്കെല്ലാം മുറിച്ചു. കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. ഈ കേക്ക് മുറിക്കുന്ന ആളെ കണ്ടു നിങ്ങൾ. ഇവളാണ് അവളെ കാത്തു നിന്നിട്ട് നമ്മളെ കാത്തുക്കാതെ പോയവൾ, എൻ്റെ ചേച്ചി. അപ്പോൾ ആ വെള്ള ഡ്രസ്സ് ഇട്ടതാണ് എൻ്റെ ചേച്ചി. ചുവന്ന ഡ്രസ്സ് ഇട്ടത് എൻ്റെ അനിയത്തിയുമാണ്. അപ്പോൾ അങ്ങനെ അവർ കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. ഇനിയിപ്പോൾ എനിക്കൊരു കഷ്ണം കേക്ക് കിട്ടുമോ നോക്കട്ടെ. ക്യാമറയും പിടിച്ച് വെറുതെ നിന്നതായതോ നോക്കട്ടെ. ഇല്ല, എനിക്കൊരു കഷ്ണം കേക്ക് കിട്ടി. ഇനിയിപ്പോൾ ബർത്ത്ഡേ കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ അവൾക്ക് പെയിൻറ്റിങ്ങിലാണ് താല്പര്യം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കളർ ബോക്സ് മണിക്കാർട്ട് അങ്ങനെ കളർ ബോക്സ് വാങ്ങിക്കൊടുന്നു. ഞാനും കളർ ബോക്സാണ് വാങ്ങിയിന്. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ മൊത്തം ആൾക്കാരും അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഈ കളർ ബോക്സാണ്. കളർ ബോക്സിൻ്റെ ഒരു മയം തന്നെ ഉണ്ടായിനാടാ. അപ്പോൾ ഇതാണ് നമ്മളെ സുന്ദരിക്കുട്ടി, ബർത്ത്ഡേ കുട്ടി. അങ്ങനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി ഈ കളർ ബോക്സ് കിട്ടിയിട്ട്. കുറേ കളർ ബോക്സ് കിട്ടീന്. എല്ലാവരും കൊണ്ടുവന്നത് അത് തന്നെ. അങ്ങനെ ഞാനും എൻ്റെ സുന്ദരിക്കുട്ടിയും കൂടി ഫോട്ടോ എടുത്തു. ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ധ്രുവ കൈമൽ ഉറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.